മല്ലികാർജ്ജുന ഖാർഗെയും മാധ്യമങ്ങളെ കാണാതെ വീടിനുള്ളിലേക്ക് പോയിരിക്കുന്നു. എ കെ ആന്റണിയുടെ വസതിയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുണ്ട്. എം എം ഹസനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, ജോസഫ് വാഴക്കനുണ്ട്. അവിടെ KPCC ആസ്ഥാനത്ത് നേതാക്കളുടെ ഒരു പട തന്നെയുണ്ട്. VD സതീശന്റെ വീടിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ ആൾക്കൂട്ടമുണ്ട്. ചെന്നിത്തലയുടെ വഴുതക്കാട്ടിലെ വീട്ടിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. ചെന്നിത്തലയുടെ ഹരിപ്പാട്ടിലെ ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. പ്രവീൺ, ഇലക്ഷന്റെ ദിവസം കോൺഗ്രസ് നേതാക്കളുടെ വസതിയിലും ഓഫീസുകളിലും ഇത്രത്തോളം സംഘടിപ്പിക്കുന്ന മിനിറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതെ, വളരെയധികം ആകാംക്ഷയിൽ തന്നെയാണ് ചെന്നിത്തലയുടെ ഓഫീസുമുള്ളത്. ഇവർ മണിക്കൂറുകളായി ടെലിവിഷന് മുന്നിൽ ഇരിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് എന്താണ് വാർത്ത വരിക? ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ? മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു അവസാന തീരുമാനം ഹൈക്കമാൻഡ് എന്തെടുക്കും? അങ്ങനെ ആകാംക്ഷാഭരിതരായി ചെന്നിത്തലയുടെ അനുയായികൾ ഇപ്പോൾ ഹരിപ്പാട്ട് ഓഫീസിൽ ഇരിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ നിങ്ങളുടെ? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ളവർ കേരളത്തിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഈ പാർട്ടിയെ നയിച്ചോ അത് ജനങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ആരെയാണ് AICC നേതൃത്വം പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നുള്ളതിനെ പറ്റി ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഹരിപ്പാട്ട് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നും ഇപ്പോൾ തീരുമാനം ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകി പോവുകയാണോ വീണ്ടും? അതിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. ഇപ്പൊ അതിന്റെ ചർച്ച നടക്കുന്നതല്ലേ ഉള്ളൂ. അവിടെ നിന്നുള്ള ഇത് വന്നിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിന് അംഗീകരിക്കാൻ കാത്തിരിക്കുക. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും അർഹതയുടെ അളവ് തൂക്കത്തിൽ നോക്കുകയാണെങ്കിൽ രമേശ് അല്ലാതെ മാറ്റാര് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. പക്ഷേ ചെന്നിത്തല അല്ലെങ്കിൽ നിങ്ങൾ ഏത് നിലപാടിലേക്ക് പോകും? തീർച്ചയായിട്ടും അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ നിലയ്ക്ക് ഞങ്ങൾ അത് സ്വീകരിക്കും. പക്ഷേ എന്നാലും രമേശ് ചെന്നിത്തല തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം. എന്താണ് ഇന്നിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. വീണ്ടും വൈകുകയാണ്. അത് പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി കാരണങ്ങളിൽ അവർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാറുണ്ട്. വൈകുന്നത് ഒരു വിഷയമല്ല. പക്ഷേ കൃത്യമായ ഒരു തീരുമാനം രമേശ് ചെന്നിത്തല അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പരുമലപ്പള്ളിയിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുർബാന തന്നെ നടത്തിയില്ലേ? ഇപ്പോൾ എന്ത് തോന്നുന്നു മനസ്സിൽ യാതൊരു മാറ്റവും ഇല്ല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. ഹരിപ്പാടിന്റെ നാട്ടിൽ 1-ാം നമ്പർ കാർ എത്തിച്ചേരും. ഹരിപ്പാട്ട് ഓഫീസിൽ നിന്ന്, ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവിടെ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ഇനി അതല്ല മറിച്ചൊരു തീരുമാനമാണെങ്കിൽ അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക്, അച്ചടക്കമുള്ള കോൺഗ്രസുകാർ എന്ന നിലയ്ക്ക് ആ തീരുമാനം അംഗീകരിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ അവിടെ ചേർന്നിരിക്കുന്ന ആളുകളുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത് KPCC ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ വൈകിയ വേളയിൽ അവിടേക്ക് വീണ്ടും കൂടുതൽ ആളുകൾ എത്തുകയാണ്. ഈ വൈകുന്നേരം തന്നെ പ്രഖ്യാപനമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ നേതാക്കളും അണികളും KPCCയുടെ ആസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്നത്.